ഞാൻ 2019 മാർച്ച് 14 വരെ ദേവസ്വം കമ്മീഷനായിരുന്നു. അതിനുശേഷം ഞാനല്ല. ഇപ്പോൾ നിലവിലിപ്പോ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി 2019 അംഗങ്ങളോട് ചേർന്നാണ് FIR ഇട്ടിരിക്കുന്നത് പ്രതിചേർത്തുകൊണ്ട്. അപ്പോൾ അതിനോട് സാർ എന്ത് പ്രതികരിക്കണം? അതിൽ എനിക്കൊന്നും പ്രതികരിക്കാനില്ല. ഒന്നാമത് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തർക്കും എതിരായിട്ടുള്ള അലിഗേഷൻ എന്താണെന്നുള്ളതിനെ പറ്റി എനിക്കറിയാതെ, അത് മാത്രമല്ല മറ്റുള്ളവരുടെ പേരിലുള്ള അലിഗേഷൻ എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ പ്രതികരിക്കാൻ തയ്യാറല്ല. അതെ അതെ അതെ. ഞാൻ ദേവസ്വം ബോർഡ് അന്ന് ദേവസ്വം ബോർഡിലില്ല. ഞാനന്ന് മാർച്ച് 15 വരെ ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്. സാർ ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നതാണ്. സംസാരിക്കുകയും ചെയ്തിരുന്നു നമ്മള്. അതായത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ സന്ദേശം അയക്കുന്നു, ബാക്കി വരുന്ന സ്വർണം ഒരു കുട്ടി. അത് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴുള്ള അത് ഞാൻ എന്റെ വിശദീകരണം നേരത്തെ തന്നു. അതിന് വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോഴ് ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതിനിടയ്ക്ക് ഞാൻ അത്തരം കാര്യങ്ങളിലെ പറ്റി ഒന്നും പ്രതികരിക്കുന്നില്ല. അന്വേഷണം നടക്കട്ടെ. സാറിന് എന്തെങ്കിലും നിർദ്ദേശം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്താണ് എന്തെങ്കിലും ഇങ്ങനെ പ്രതിചേർത്തിരിക്കുന്നു? ഇല്ലില്ല, ഒന്നും വന്നിട്ടില്ല. ഒന്നും എന്നോട് ഇതുവരെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അന്വേഷണത്തോട് സഹകരിക്കുമല്ലോ. തീർച്ചയായും അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ. പിന്നെ ഈ അന്ന് ഈ കട്ടളപ്പാടി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങ് അപ്പോൾ കമ്മീഷണർ ആയിരുന്നപ്പോഴാണോ അതോ? അല്ല, എനിക്ക് അതിന്റെ ഡേറ്റ്, അതിന്റെ ഈ ഫയലൊന്നും എനിക്ക് കാണാതെ എനിക്ക് ഒന്നും പ്രതികരിക്കാനൊക്കുന്നില്ല. ഞാനെന്തായാലും 2019 മാർച്ച് 14 വരെ കമ്മീഷണറായിരുന്നു, ദേവസ്വം കമ്മീഷണറായിരുന്നു. ഇതിന്റെ പ്രസക്തമായ തീയതി എന്നാണെന്നോ ആ ഫയലോ എനിക്ക് കാണാതൊന്നും പറയാനൊക്കെ. എന്നെ സംബന്ധിച്ച് ചോദ്യം ചെയ്തിട്ടുമില്ല ഇതുവരെ. അപ്പോൾ ഇതെന്താണ്, എനിക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അറിയാതെ ഞാൻ പ്രതികരിക്കാൻ. തോന്നുന്നു അല്ല, എനിക്കതിനകത്ത് എൻ്റെ ഉത്തമ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിലൊന്നും ഒരു റോളുമില്ല. ദേവസ്വം ബോർഡിൽ ഈ രണ്ട് കാര്യങ്ങൾ അത് കടത്തിക്കൊണ്ടുപോയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. പ്രതിപട്ടികയിൽ വന്നു എന്നുള്ളത് തന്നെ എനിക്കറിഞ്ഞൂടാ. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പറയേണ്ടതല്ലേ. എനിക്ക് ഇൻവെസ്റ്റിഗേഷനോട് സഹകരിച്ചല്ലേ ഒക്കുള്ളൂ. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സഹകരിച്ചല്ലേ ഒക്കുള്ളൂ. എന്നോട് ഇതുവരെ ഒരു വിഷയവും ഇക്കാര്യത്തിൽ ആരും ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ. കോടതി ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് ഇത്തരത്തില് ഇങ്ങനത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? എന്താണ്, ഏത് വിഷയം? കോടതിയാണല്ലോ 2019 അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്. ഇതിനു മുൻപ് അങ്ങയുടെ ശ്രദ്ധയിൽ ഇത്തരത്തിൽ ഈ സ്വർണം പോയിട്ട് ചെമ്പായി ഇപ്പോഴീ വിവാദം വന്നപ്പോഴ് മാത്രമാണ് അറിയുന്നത്. നിങ്ങളെല്ലാം അറിയുന്നപ്പോഴാണ്, ഞാനും അറിയുന്നത് ഇപ്പോഴാണ്. ഈ ഗൂഢസംഘം ഉണ്ടെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? അല്ല, അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ തോന്നുന്നു. ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിന്ന് തോന്നുന്നു പ്രശ്നങ്ങളുണ്ട്. അത് ഗുരുതരമായതുകൊണ്ടാണ്. അല്ല, അത് ശബരിമലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമുള്ളത് തന്നെയല്ലോ. ഗൗരവം ആരും ചോദിച്ചിട്ടില്ല. ദേവസ്വം വിജിലൻസോ SIT ഒന്നും എന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്കതും അറിഞ്ഞൂടാ. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് എനിക്കറിഞ്ഞുകൂടായില്ല. ഒന്നും വിളിച്ചിട്ടില്ല. ഇതുവരെയും വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇതിൽ ഉൾപ്പെട്ടത് താങ്കളുടെ ഒരു ബോധ്യം? അല്ല, ഉൾപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആധികാരികമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ടെനുവർ ഇതാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. മാർച്ച് 14 വരെ ഞാൻ ദേവസ്വം കമ്മീഷണറായിരുന്നു. നവംബർ 19 പ്രസിഡന്റുമായി ആയിട്ടുണ്ട് 2 വർഷം. അപ്പോൾ അതിൽ നവംബർ 15 തൊട്ട് പ്രസിഡന്റുമായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ ഇപ്പോൾ അവിടെ ചെന്ന് പരിശോധന നടത്തുകയാണ്. അപ്പോൾ ആ കമ്പനിയെ പറ്റി താങ്കൾക്ക് ഞാനിപ്പോൾ കേൾക്കുകയാണ് അങ്ങനെ ഒരു കമ്പനിയുടെ പേരൊക്കെ ഇപ്പോൾ കേൾക്കുകയാണ്. കേട്ടിട്ടേയില്ല, ഇതുവരെയും കേട്ടിട്ടില്ല. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തിരുവാഭരണം കമ്മീഷണറാണ്
നടത്തുന്നത്. ദേവസ്വം കമ്മീഷണർക്ക് പോലും ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. തിരുവാഭരണം കമ്മീഷണർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തിരുവാഭരണങ്ങളുടെ റിപ്പയർ, പിന്നെ അതിൻ്റെ പുതിയത് നിർമ്മിക്കുക, ലേലം, ഇങ്ങനെയുള്ള എല്ലാം നടക്കുന്നത്. ദേവസ്വം കമ്മീഷണർക്ക് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലൊരു റോളുമില്ല. തിരുവാഭരണ കമ്മീഷണറും പ്രതിയാണ്. അതെ, ആയിരിക്കാം. അന്ന് 2019 ഇത് സംബന്ധിച്ച് ഉള്ള കത്തിനകത്ത് പോലും ഈ തിരുവാഭരണ കമ്മീഷണറുടെ പേര് ഒപ്പമില്ല. അത് വലിയ തെറ്റല്ലേ, വീഴ്ചയല്ലേ? ഏത് കത്തില്ലേ? അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്കല് ഈ സ്വർണം കൊടുത്തുവിടുന്ന ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് കത്തുണ്ടല്ലോ, ആ കത്ത് സംബന്ധിച്ച് ഈ തിരുവാഭരണ കമ്മീഷണർ അടക്കം പേര് ഒപ്പമില്ല. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഈ രേഖകളൊക്കെ കാണാതെ ഞാൻ എങ്ങനെ കമന്റ് ചെയ്യും ഇതിനെപ്പറ്റി. ഞാൻ ദേവസ്വം ബോർഡിൽ നിന്ന് 4 വർഷം മുമ്പ് പിരിഞ്ഞു. ഇപ്പോഴീ വിവാദങ്ങളൊക്കെ നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു ഫയലും ഇല്ലല്ലോ. ഇതിലേതെങ്കിലും ഫയലുകൾ നോക്കാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനൊക്കില്ല. ഞാൻ അവിടുന്ന് പോരുമ്പോൾ ദേവസ്വം ബോർഡിലെ ഫയലെല്ലാം എടുത്തുകൊണ്ട് വരാൻ ഒക്കില്ലല്ലോ. ഇപ്പോഴ് ഈ വിവാദങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് അതിനകത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും എനിക്ക് കിടക്കാനൊക്കില്ല. ഇല്ല. അദ്ദേഹം കടകംപള്ളിയെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മറ്റു തരത്തിൽ വിളിക്കും എന്നല്ലാതെ ഈ വിഷയമായിട്ട് ഞങ്ങൾ ഒന്നും വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, മിനിസ്റ്റർമാർക്കൊന്നും ഇതിനകത്തൊന്നും ഒരു ദേവസ്വം ബോർഡിന്റെ ദിനദിന കാര്യങ്ങളിൽ മിനിസ്റ്റർമാർക്ക് ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. മിനിസ്റ്റർമാർക്ക് യാതൊരു പങ്കുമില്ല. എനിക്കിപ്പോ ഇപ്പോഴേ ചില സംശയങ്ങൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇല്ല, അത് നടപടി എടുക്കത്തക്ക ഒരു വിവരവും എന്റെ മുന്നിൽ വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഈ സെപ്റ്റംബർ ആദ്യം ആണല്ലോ വരുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പായ ഒരു സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എനിക്കും അപ്പോഴേ അറിയുന്നുള്ളൂ. ഇതിൽ ഒരു മീഡിയ റിപ്പോർട്ടുകളും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായും അന്വേഷണത്തോട് നമുക്ക് സഹകരിച്ചേ നോക്കുള്ളല്ലോ. എന്നോട് എന്ത് വിവരം ചോദിച്ചാലും ഞാനത് കൃത്യമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയും. അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. ഒരു നിസ്സഹകരണവും വരത്തില്ല. ഒരു കുറ്റവും എന്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല. ഒരു തെറ്റും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഉറപ്പ് പറയാം. ഒരു ഭയമില്ല. മാർച്ച് 14-ാം തീയതി വരെ കമ്മീഷണറായിരുന്നു. അതിനുശേഷം ഹർഷൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കമ്മീഷണർ. ഇതെങ്ങനെയാ പ്രതിപക്ഷ പറഞ്ഞേക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞില്ല. 2019 2 ദേവസ്വം കമ്മീഷനുണ്ട്. ഞാൻ മാർച്ച് 15 വരെ, അതിനുശേഷം ഹർഷനുമാണ്. ദേവസ്വം കമ്മീഷണർ ഓഫ് ദ ഇയർ 2019 2 കമ്മീഷണർമാരുണ്ട്. പിന്നെ മാർച്ച് 14 വരെ. അത് കഴിഞ്ഞതിന് ശേഷം പുതിയൊരാൾ വരുന്നു. പുതിയ ഹർഷൻ എന്ന് പറഞ്ഞ